ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. ടൂ വീലറിന്റെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് കേസിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാർ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടി എടുക്കണമെന്നും യൂത്ത് കോൺഗ്രസിന്റെ ആവശ്യം. സംസ്ഥാന വ്യാപകമായി ടൂ വീലറിന്റെയും ഗൃഹോപകരണങ്ങളുടെയും പേരിൽ നടന്നിട്ടുള്ള തട്ടിപ്പിൽ വടക്കാഞ്ചേരിയിലും പരാതി ഉയർന്ന സാഹചര്യത്തിൽ 2 ദിവസമായി CPIMന്റെ പോഷക സംഘടനകളായ ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനും കോൺഗ്രസ് നേതാക്കളെയും നഗരസഭാ കൌൺസിലർമാരെയും തട്ടിപ്പുകാരാണെന്ന രീതിയിൽ പ്രചാരണം നടത്തിവരികയാണ്. കോൺഗ്രസ് പാർട്ടിക്കെതിരായ ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വന്നത്. സംസ്ഥാനത്തെ പിടിച്ചുലച്ച ഈ തട്ടിപ്പ് സംഘത്തിന് കേരളത്തിൽ 62 ബ്ലോക്കുകളിൽ സ്വീറ്റ് സൊസൈറ്റി എന്ന പേരിൽ ശാഖകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അതിൽ വടക്കാഞ്ചേരിയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ശാഖയ്ക്ക് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണ്. ഈ സംഘത്തിന് പാർട്ടിയുടെ അറിവോ സമ്മതമോ ഇല്ലെന്നും സംഘം നിലവിൽ തുടങ്ങിയവർക്ക് തന്നെയാണ് സംഘത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്നും ഏതെങ്കിലും തരത്തിൽ പാർട്ടിയെ ഉപയോഗിക്കുകയോ കളങ്കപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ ആർജവമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നും നേതാക്കൾ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭയിലും തെക്കുംകരയിലും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട വഞ്ചിതരായവർക്ക് ആവശ്യമായ നിയമസഹായം സൗജന്യമായി നൽകാൻ യൂത്ത് കോൺഗ്രസ് തയ്യാറാണെന്നും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന ശിക്ഷാ നടപടി എടുക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കളായ ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷെഫീഖ്, യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ എന്നിവർ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസിൻ്റെ ഇതിൽ വ്യക്തമായൊരു നിലപാടുള്ളത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായി നടത്തണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഡിവൈഎഫ്ഐയും മഹിളാ അസോസിയേഷനൊക്കെ വലിയ കാര്യത്തിൽ സമരം നടത്തുമ്പോൾ ഈ കേരളം ഭരിക്കുന്നത് പിണറായി വിജയനാണ്. CPMന്റെ മന്ത്രിസഭ, CPMന്റെ നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി, CPMന്റെ നേതൃത്വത്തിലുള്ള ആഭ്യന്തരമന്ത്രി, അവർ നിയന്ത്രിക്കുന്ന പോലീസ് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് കേരളത്തിൽ നടന്നത് എന്നതിനെ കുറിച്ചിട്ട് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത് രാഷ്ട്രീയപരമായി ധാർമ്മികപരമായി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ്, CPM ആണ്, പിണറായി വിജയനാണ്. അപ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിവൈഎഫ്ഐ മഹിളാ അസോസിയേഷനുമൊക്കെ ഈ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ ഇരകളോടുകൂടെയോ അതല്ലെങ്കിൽ ഇതിലെ പ്രതികളെ ശിക്ഷിക്കണമെന്ന യാതൊരു സതുദ്ദേശവും ഡിവൈഎഫ്ഐക്കോ മഹിളാ അസോസിയേഷനോ ഈ വിഷയത്തിലില്ല എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഈ ഘട്ടത്തിൽ ഇവിടെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് പോലീസ് അന്വേഷിക്കണം, കൃത്യമായ ഇടപെടൽ നടത്തണം. എന്തുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ, 600 കോടിയുടെ രൂപയുടെ മേലെ പോയിട്ടുണ്ട് ഈ തട്ടിപ്പ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടക്കുമ്പോൾ കേരളത്തിലെ പോലീസ് ഇത് അറിയാതെ പോയത്, ഇൻ്റലിജൻസ് സംവിധാനം അറിയാതെ പോയത്? അതാരുടെ വീഴ്ചയാണ്? അപ്പോൾ അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് വരണം. അല്ലാതെ ഒരു വിഷയത്തിന് പുറത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെയൊക്കെ പ്രതി ചേർക്കുന്ന രീതിയിൽ ഒരു കാർഡടിച്ച് വെടിവെക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ വിഷയത്തിൽ CPMും ഡിവൈഎഫ്ഐയും അതുപോലെ CPMന്റെ പോഷക സംഘടനയും സ്വീകരിച്ചു വരുന്നത്. ഇതില് പാർട്ടി ഓഫീസിൽ നിന്ന് വെച്ച് മീറ്റിംഗ് കൂടി എന്നുള്ളത് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല. കാരണം മീറ്റിംഗ് കൂടിയത് പാർട്ടി ഓഫീസിൽ വെച്ച് ഈ KPCCക്ക് പോയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അറിവുള്ളതല്ല. അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ ലീഡർഷിപ്പ് കാര്യങ്ങൾ അതിന്റെ കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും. യൂത്ത് കോൺഗ്രസ് ഒരിക്കലും കോൺഗ്രസ് പ്രസ്ഥാനത്തിലുള്ളവരെക്കെതിരെ നടക്കുന്ന ഈ ആരോപണങ്ങൾക്കെതിരെ അവർക്ക് ഈ CPMന്റെയും മറ്റ് പോഷക സംഘടനകളുടെയുള്ള ആരോപണങ്ങൾക്കെതിരെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടിയെ മാത്രം പ്രതിക്കൂട്ടിലാക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കുന്നവർക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഈ ഒരു പത്രപ്രസ്താവന ഞങ്ങൾ നടത്തുന്നത്. ഇതിനകത്ത് പരാതികൾ ആരെയും കുറിച്ച് പരാതി പറയാം. ആ പരാതി അന്വേഷിക്കേണ്ടത് ആരാ? പോലീസാണ്. പോലീസ് കൃത്യമായൊരു അന്വേഷണം നടത്തി ഈ പറയപ്പെടുന്ന ആളുകൾ ഇതിൽ തട്ടിപ്പിൽ നേരിട്ട് പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ, ഈ തട്ടിപ്പിന് അവർ വിഹിതം കിട്ടിയിട്ടുണ്ടോ എന്ന രീതിയിൽ പോലീസ് അന്വേഷണം നടത്തി കൃത്യമായ അന്വേഷണം നടത്തണം. അത് രാഷ്ട്രീയ പ്രേരിതമായൊരു അന്വേഷണം നടത്തി ആരെങ്കിലുമൊക്കെ പ്രതി ചേർക്കുന്ന ഒരു നിലപാടെടുക്കാൻ പാടില്ല. മറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി, അതല്ലെങ്കിൽ ആ അന്വേഷണത്തിനൊടുവിൽ ഇവർ ഈ പറയുന്ന ആളുകളൊക്കെ അതിന് പങ്കാളികളായിട്ടുണ്ട് എന്നും അവരിത് നേതൃത്വം കൊടുത്തിട്ടുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോഴല്ലേ, അത്തരം സാഹചര്യം വരുമ്പോൾ അതാരാണെങ്കിലും യൂത്ത് കോൺഗ്രസോ കോൺഗ്രസ് പ്രസ്ഥാനമോ അതിനെ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. ആരാണെങ്കിലും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് സ്റ്റാൻഡ്. ഒപ്പം തന്നെ നമ്മൾ കൃത്യമായി പറയുന്നു. VCV ന്യൂസ്, വടക്കാഞ്ചേരി.
You are watching VCV News.